2015 സെപ്റ്റംബർ 6 മിനസോട്ട USA. ഹെൻറി മക്കേബ് തന്റെ സുഹൃത്തുക്കളുമൊത്ത് ഒരു ലോക്കൽ ക്ലബിൽ പാർട്ടിയിലാണ്. രാത്രി പാർട്ടി കഴിഞ്ഞ് അവരെല്ലാം തിരികെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അന്ന് രാത്രി കൃത്യം 2:28 ഹെൻറിയുടെ വൈഫിന്റെ ഫോണിൽ ഒരു വോയിസ് മെയിൽ റിസീവായി. ആരുടെയോ അല്ലെങ്കിൽ എന്തിന്റെയോ ആക്രമണമേറ്റ് പ്രാണൻ പോകുന്ന വേദനയാൽ ഒരാൾ അലറിക്കരയുന്ന വോയിസ് മെയിൽ ആയിരുന്നു അത്. It's a voicemail unlike anything you've ever heard before. There are 2 minutes worth of noises, bizarre ones. 2 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വോയിസ് മെയിൽ കേട്ട് ഹെൻറിയുടെ വൈഫ് അമ്പരന്ന് പോയി. അതിനുശേഷം ഹെൻറിയെ കാണാനുമില്ല, അയാൾക്ക് എന്ത് പറ്റിയെന്നും അറിയില്ല. ഒരു എവിഡൻസ് ആയിരുന്നിട്ട് പോലും ഉത്തരങ്ങൾക്ക് പകരം ഒരുപാട് ചോദ്യങ്ങളാണ് ആ വോയിസ് മെയിൽ പോലീസിന് സമ്മാനിച്ചത്. സോ അന്ന് രാത്രിയിൽ ഹെൻറിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ വോയിസ് മെയിൽ കേട്ട ശബ്ദം ഹെൻറിയുടേതാണോ അതോ മറ്റെന്തെങ്കിലുമോ? വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. മുപ്പത്തിരണ്ട് വയസ്സുള്ള വിവാഹിതനായ ഹെൻറി 2 പെൺകുട്ടികളുടെ അച്ഛനുമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് കറീൻ. മിനസോട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഓഡിറ്ററായാണ് ഹെൻറി വർക്ക് ചെയ്തിരുന്നത്. സംഭവം നടന്ന സെപ്റ്റംബർ 6 ഹെൻറിയുടെ ഭാര്യയും കുട്ടികളും അവരുടെ വീട്ടിലുണ്ടായിരുന്നില്ല. കാലിഫോർണിയയിലെ അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. അന്ന് രാത്രിയിൽ ഹെൻറി തന്റെ സുഹൃത്തുക്കളായ കാൽവിൻ ജോൺസണും വില്യം കെനഡിക്കുമൊപ്പമാണ് അടുത്തുള്ള ക്ലബിൽ പാർട്ടിക്ക് എത്തിയത്. ചില ആർട്ടിക്കിൾസ് പ്രകാരം ഹെൻറിക്ക് അയാളുടെ ജോലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും ചില ആർട്ടിക്കിൾസിൽ ഹെൻറിക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു. അതുകൊണ്ടാകാം അന്ന് രാത്രി ഹെൻറി ഒരുപാട് മദ്യപിച്ചിരുന്നു. അതിനുശേഷം ഹെൻറിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി ഹെൻറിയുടെ ഫ്രണ്ട് വില്യം തന്റെ കാറിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. സെപ്റ്റംബർ 7 വെളുപ്പിനെ 1:40 നടന്ന ഈ സംഭവത്തിന് ഹെൻറിയുടെ മറ്റൊരു സുഹൃത്തായ കാൽവിൻ സാക്ഷിയാണ്. പോലീസ് വില്യമിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അന്ന് വെളുപ്പിനെ 2 മണിയോടടുത്ത് ഹെൻറിയുടെ വീടിനടുത്തുള്ള സൂപ്പർ അമേരിക്ക ഗ്യാസ് സ്റ്റേഷനിൽ ഞാൻ ഹെൻറിയെ ഡ്രോപ്പ് ചെയ്തുവെന്നായിരുന്നു വില്യം മൊഴി നൽകിയത്. ഉടൻ തന്നെ പോലീസ് ആ ഗ്യാസ് സ്റ്റേഷനിലെ CCTV ക്യാമറകൾ ചെക്ക് ചെയ്തപ്പോൾ വില്യം പറഞ്ഞ പോലെ ഹെൻറിയെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി. അതിനുശേഷമാണ് സോറി, ഞാൻ മറന്നുപോയതാണ്, ഹോളിഡേ എന്ന ഗ്യാസ് സ്റ്റേഷനിലാണ് ഞാൻ ഹെൻറിയെ ഡ്രോപ്പ് ചെയ്തതെന്ന് വില്യം പറഞ്ഞത്. വിചിത്രമായ ഒരു കാര്യം എന്തെന്നാൽ ഹെൻറിയുടെ സുഹൃത്തുക്കളായ വില്യമും കാൽവിനും ചേർന്ന് ഹെൻറിയുടെ പേഴ്സും കാറിന്റെ ചാവിയും വാങ്ങിവെച്ചു എന്നതാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഓൾറെഡി ഒരുപാട് മദ്യപിച്ചിരുന്ന ഹെൻറി വീണ്ടും എങ്ങും കയറി കുടിക്കാതിരിക്കാനാണ് പേഴ്സ് വാങ്ങിവെച്ചതെന്നും അമിത മദ്യലഹരിയിൽ വണ്ടി ഓടിക്കാതിരിക്കാനാണ് കാറിന്റെ കീ വാങ്ങി വെച്ചതെന്നുമാണ് അവർ പറഞ്ഞത്. ഇത്ര കെയറിംഗ് ആയ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹെൻറിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഹെൻറി അവിടെ ഇറങ്ങണമെന്ന് നിർബന്ധം പിടിച്ചതിനാലാണ് തനിക്ക് ഹെൻറിയെ ഗ്യാസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത് എന്നായിരുന്നു വില്യമിന്റെ മറുപടി. മറ്റൊരു വിചിത്രമായ കാര്യം എന്തെന്നാൽ ഹെൻറിയുടെ വീട് ഡ്രോപ്പ് ചെയ്ത ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. ഹോളിഡേ ഗ്യാസ് സ്റ്റേഷനിൽ രാത്രി 2 മണിയോടെ ഹെൻറിയെ ഡ്രോപ്പ് ചെയ്തിട്ട് വില്യം അവിടുന്ന് പോയി. അതിനുശേഷമാണ് ശരിക്കുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്. രാത്രി 2:28 ഹെൻറിയുടെ ഫോണിൽ നിന്നും ഹെൻറിയുടെ വൈഫിന്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെയിൽ വന്നു. ചില ആർട്ടിക്കിൾസ് പ്രകാരം ഹെൻറിയുടെ ബ്രദറിന്റെ ഫോണിലേക്കാണ് വോയിസ് മെയിൽ വന്നതെന്നും പറയപ്പെടുന്നു. 2 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വോയിസ് മെയിലിന്റെ കുറച്ച് സെക്കൻഡ്സ് മാത്രമാണ് ഒരു ന്യൂസ് ചാനലിൽ പോസ്റ്റ് ചെയ്തത്. അത് ഞാനിവിടെ പ്ലേ ചെയ്യുന്നു. But one that's confusing, shocking, and scary. The message was left on his brother's voicemail on the early morning of September 7th, the last day he was seen. It's a voicemail unlike anything you've ever heard before. There are 2 minutes worth of noises, bizarre ones. But very little actual talking. Authorities confirmed the disturbing middle-of-the-night call came from Henry McCabe's cell phone. വളരെ ഡിസ്റ്റർബിംഗ് ആയ ഈ വോയിസ് മെയിലിന്റെ അവസാനം സ്റ്റോപ്പ് ഇറ്റ് എന്ന് ഹെൻറി പറഞ്ഞതായി ഹെൻറിയുടെ വൈഫ് പറയുന്നു. നമ്മളിവിടെ പ്ലേ ചെയ്തത് വോയിസ് മെയിലിന്റെ കുറച്ച് സെക്കൻഡ്സ് മാത്രമായതിനാലാണ് അത് കേൾക്കാഞ്ഞത്. ഈ വോയിസ് മെയിൽ പുറത്തു വന്ന ശേഷം ഹെൻറി ഏതെങ്കിലും മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടാണോ അലറിക്കരയുന്നത്, അതോ മനുഷ്യർ തന്നെ ഹെൻറിയെ ടോർച്ചർ ചെയ്യുകയാണോ, അതോ ഏലിയൻസ് ആണോ എന്നിങ്ങനെ ഒരുപാട് തിയറികളും പുറത്തു വന്നു. ഈ കേസിനെ കൂടുതൽ കൺഫ്യൂസിംഗ് ആക്കുന്നതും ഈ വോയിസ് മെയിലാണ്. ആ വോയിസ് മെയിലിന് ശേഷം മറ്റൊരു ആക്ടിവിറ്റീസും
ഹെൻറിയുടെ ഫോണിൽ നിന്നും മാത്രമല്ല ആ ഫോൺ എവിടെയാണെന്നും ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ പോലീസ് ഹെൻറിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഹെൻറിയെ പറ്റി എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് $10,000 പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നാൽ കേസ് മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് കൂടിയപ്പോൾ പോലീസ് ആ റിവാർഡ് ക്യാൻസലും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് കേസിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. ഹെൻറിയെ കാണാതായി 2 മാസങ്ങൾക്ക് ശേഷം നവംബർ 2-ാം തീയതി ഹെൻറി ഇറങ്ങിയ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും 9 കിലോമീറ്റർ അകലെയുള്ള റെസ്റ്റ് ലേക്ക് എന്ന തടാകത്തിൽ നിന്നും ഹെൻറിയുടെ ബോഡി കണ്ടെത്തി. ഉടൻ തന്നെ ബോഡി ഓട്ടോപ്സിക്ക് അയക്കുകയും ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം ഹെൻറിയുടെ ശരീരത്തിൽ യാതൊരുവിധ മുറിവുകളോ ചതവുകളോ ഹെൻറി ആക്രമിക്കപ്പെട്ടതിന്റെ യാതൊരു ലക്ഷണങ്ങളോ ഇല്ല എന്നും ഹെൻറി മുങ്ങി മരിച്ചതാണെന്നും വ്യക്തമായി. മരണകാരണം കൃത്യമായി പറയുന്നില്ലെങ്കിലും മോസ്റ്റ് പ്രോബബ്ലി ഡ്രോണിംഗ് എന്നാണ് എഴുതിയിരുന്നത്. അങ്ങനെ ഈ കേസ് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയി. കാരണം ഹെൻറിയുടെ ഫ്രണ്ട് വില്യം ഹെൻറിയെ ഹോളിഡേ ഗ്യാസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തത് 2 മണിക്ക്. വോയിസ് മെയിൽ റിസീവ് ആയത് 2:28. അങ്ങനെയാണെങ്കിൽ 9 കിലോമീറ്റർ അകലെയുള്ള ഈ തടാകത്തിൽ ഹെൻറി എങ്ങനെ എത്തി മുങ്ങി മരിച്ചു? മാത്രമല്ല ഹെൻറി തടാകത്തിൽ വീണ് മുങ്ങി മരിച്ചതാണെങ്കിൽ ആ വോയിസ് മെയിലിന്റെ അർത്ഥം എന്താണ്? ഒരുപക്ഷെ അറിയാതെ ഹെൻറിയുടെ കൈതട്ടി വൈഫിന് വോയിസ് മെയിൽ പോയതാണെന്ന് കരുതിയാലും 9 കിലോമീറ്റർ അകലെയുള്ള ഈ തടാകത്തിൽ വെറും അരമണിക്കൂർ കൊണ്ടെത്താൻ അമിത മദ്യലഹരിയിലായിരുന്ന ഹെൻറി ഓടിയാൽ പോലും കഴിയില്ലല്ലോ. മാത്രമല്ല ഈ തടാകം മറ്റുള്ളവർക്ക് പോകാൻ കഴിയാത്ത വിധം മരങ്ങൾക്കും കുറ്റിക്കാടുകൾക്കും ഇടയിലാണ്. അവിടേക്കെത്താൻ വഴിയോ പാലമോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളപ്പോ ഹെൻറി എങ്ങനെയാ തടാകത്തിൽ പോയി വീഴും? ചിലര് പറയുന്നു അതൊരു അനിമൽ അറ്റാക്ക് ആണെന്ന്. പക്ഷേ അത് മൃഗങ്ങളുടെ സാന്നിധ്യമില്ലാത്ത ഒരു പാർക്കാണ്. ഒരുപക്ഷെ അത് അനിമൽ അറ്റാക്ക് ആണെന്ന് കരുതിയാലും ഹെൻറിയുടെ ശരീരത്തിൽ അതിന്റെ പാടുകളില്ലല്ലോ. സപ്പോസ് ഏതെങ്കിലും മൃഗത്തെ കണ്ട് പേടിച്ച് ആ തടാകത്തിൽ വീണ് മരിച്ചതാണെന്ന് കരുതിയാലും എങ്ങനെ അരമണിക്കൂർ കൊണ്ട് ആ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും ഈ തടാകത്തിലേക്ക് എത്താൻ കഴിയും? മാത്രമല്ല ആ വോയിസ് മെയിൽ എന്തിനയക്കണം? ഹെൻറി എങ്ങനെയെങ്കിലും ഈ തടാകത്തിലെത്തിയെന്ന് കരുതിയാലും നീന്തലറിയാവുന്ന ഹെൻറി എങ്ങനെ മുങ്ങി മരിക്കും? ഈ കേസിൽ കൺഫ്യൂസിംഗ് ആക്കുന്ന കുറെ ചോദ്യങ്ങളല്ലാതെ ഉത്തരങ്ങളില്ല. ആകെ ഒരു എവിഡൻസ് ഉള്ളത് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഈ വോയിസ് മെയിൽ മാത്രം. പോലീസ് ഹെൻറിയുടെ 2 സുഹൃത്തുക്കളെയും വിശദമായി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ 2 പേരും നിരപരാധികളാണെന്നും വ്യക്തമായി. ഈ കേസിൽ ബിഗ് ഫൂട്ടിനെയും ഏലിയൻസിനെയും വരെ സംശയിച്ചുകൊണ്ടുള്ള തിയറികളുണ്ടെങ്കിലും കൂടുതൽ സാധ്യതയുള്ളതും പോപ്പുലർ ആയതുമായ ഒരു തിയറി സ്മൈലി ഫേസ് കില്ലർ തിയറിയാണ്. ഈ തിയറി പ്രകാരം സ്മൈലി ഫേസ് കില്ലേഴ്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും അവർ അമിത മദ്യലഹരിയിലുള്ള കോളേജ് വിദ്യാർത്ഥികളെ വാട്ടർ ബോർഡിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് കൊന്ന് അതൊരു സൂയിസൈഡ് ആക്കി തീർക്കുമെന്നും അതിനുള്ള തെളിവായി ആ സ്ഥലത്ത് ഒരു സ്മൈലി ഫേസ് വരച്ചിട്ട് പോകുമെന്നും പറയപ്പെടുന്നു. ആ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഈ തടാകത്തിലേക്ക് അരമണിക്കൂർ കൊണ്ട് നടന്നോ ഓടിയോ എത്താൻ കഴിയില്ല. സോ വില്യം ഹെൻറിയെ ഗ്യാസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതിനു ശേഷം ഒറ്റയ്ക്ക് നടന്നു വന്ന ഹെൻറിയെ സ്മൈലി ഫേസ് കില്ലേഴ്സ് വണ്ടിയിൽ കയറ്റുകയും അതിനുശേഷം വാട്ടർ ബോർഡിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ഹെൻറിയെ കൊലപ്പെടുത്തി തടാകത്തിൽ ബോഡി ഉപേക്ഷിച്ചിരിക്കാം. അതുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണെന്ന് ഓട്ടോപ്സി ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതെന്നും വാട്ടർ ബോർഡിംഗ് ടെക്നിക്ക് ചെയ്യുന്നതിനിടയിൽ അറിയാതെ ഹെൻറിയുടെ ഫോണിൽ നിന്നും അയാളുടെ വൈഫിന് കോൾ പോവുകയും അതുകൊണ്ടാണ് ആ വോയിസ് മെയിലിന്റെ അവസാനം ഹെൻറിയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആരെങ്കിലുമോ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞതെന്നും ഈ തിയറി വ്യക്തമാക്കുന്നു. വാട്ടർ ബോർഡിംഗ് ടെക്നിക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരുപക്ഷെ യൂട്യൂബ് പോളിസിക്ക് എതിരായതുകൊണ്ട് എനിക്കത് ഈ വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയില്ല. സോ ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാം. സോ 2015 സെപ്റ്റംബർ 6-ാം തീയതി രാത്രിയിൽ ഹെൻറിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ദ കേസ് റിമെയിൻസ് അൺസോൾവ്ഡ്.